കാലവും കേരളത്തിന് തീരാ നോവാണ്. ഇത്തവണ മുണ്ടക്കയെങ്കിൽ 5 വർഷം മുമ്പ് അത് കവളപ്പാറയും പുത്തുമലയുമായിരുന്നു. വയനാട് മുണ്ടക്കൈ ദുരന്തത്തിന്റെ തീരാവേദന മലയാളികളെ അത്രയേറെ നൊമ്പരപ്പെടുത്തുന്ന ഘട്ടത്തിലാണ് പുത്തുമല കവളപ്പാറ ദുരന്തങ്ങളുടെ ഓർമ്മകൾക്ക് 5 ആണ്ട് തികയുന്നത്. 5 വർഷം മുമ്പ് പുത്തുമലയിൽ 17 പേരുടെ ജീവൻ പൊലിഞ്ഞപ്പോൾ കവളപ്പാറയിൽ 59 ജീവനുകളാണ് നഷ്ടമായത്. 2019 ഓഗസ്റ്റ് 8-ാം തീയതിയാണ് പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായത്. 900 മലനിരകളോട് ചേർന്ന് നിൽക്കുന്ന വനപ്രദേശമായിരുന്നു ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം. മനുഷ്യവാസം ഇല്ലാതെ അടച്ചിട്ട വീടുകളാണ് പുത്തുമല ദുരന്തഭാഗത്തിന്റെ ബാക്കിപത്രമാകുന്നത്. കുത്തിയൊഴുകി വന്ന മലവെള്ളത്തോടൊപ്പം താഴേക്ക് പതിച്ച കൂറ്റൻ പാറകൾ, ചെമ്മണ്ണിന്റെ വലിയ മൺകൂനകൾ, ഉരുൾപൊട്ടിയൊഴുകി വന്ന പാതയുടെ അടയാളമായി ഇതെല്ലാം ഇന്നും ബാക്കിയാണ്. 5 വർഷം കഴിയുമ്പോൾ ഉരുളുറങ്ങി നീണ്ടുവരുന്ന ഇടങ്ങളെല്ലാം പച്ച പുതച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിന്റെ ബാക്കിയെന്നോണം മണ്ണിനുള്ളിൽ പാതി തെളിഞ്ഞു കാണുന്ന വീടുകളും ദുരന്തത്തിന്റെ അവശേഷിപ്പായി ഇവിടെയുണ്ട്. 58 വീടുകളാണ് പുത്തുമല ദുരന്തത്തിൽ നാമാവശേഷമായത്. 22 വീടുകൾ ഭാഗികമായും തകർന്നു. കവളപ്പാറയിലെ ദുരന്തത്തിന് ആഘാതം കൂടുതലായിരുന്നു. മൊബൈൽ ടവറുകളും വൈദ്യുതി പോസ്റ്റുകളും ഉൾപ്പെടെ തകർന്നതിനാൽ ദുരന്ത വാർത്ത പുറത്തെത്താൻ ഏറെ വൈകിയിരുന്നു. തന്മൂലം രക്ഷാപ്രവർത്തനങ്ങളും വൈകി. ഓഗസ്റ്റ് ആദ്യം തന്നെ നിലമ്പൂരിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഓഗസ്റ്റ് 8-ന് വൈകുന്നേരം ഇരുട്ടിനൊപ്പം പെയ്തിറങ്ങിയ മഴയ്ക്ക് പ്രതികാരമെന്നോണം ശക്തി കൂടുതലായിരുന്നു. കവളപ്പാറയിലെ മുത്തപ്പൻ കുന്നിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് 42 വീടുകൾ മണ്ണിനടിയിൽപ്പെട്ടു. മഴയിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലും വൈദ്യുതി ലൈനുകളും മൊബൈൽ ടവറുകളും നിലംപൊത്തിയപ്പോൾ പുറം ലോകം ഈ വാർത്ത അറിഞ്ഞത് 12 മണിക്കൂറും വൈകിയായിരുന്നു. 59 പേരാണ് അന്നത്തെ ദുരന്തത്തിൽ മരണപ്പെട്ടത്. ഇനിയും കണ്ടെത്താത്ത 11 പേർ ബാക്കിയെന്നത് ദുരന്തത്തിന്റെ ആഴം ചിന്തിക്കുന്നതിലും എത്രയോ വലുതായിരുന്നതിന് തെളിവാണ്. അതേസമയം ദുരന്തത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവർ ഇന്നും ആ ഓർമ്മകൾക്ക് നടുവിലാണ്. തുടർച്ചയായ 32 മണിക്കൂറിൽ 800 മില്ലിമീറ്ററിലധികം മഴ പെയ്തപ്പോൾ സ്വാഭാവിക വനമായി നിലനിന്നിരുന്ന മലമുകളിലെ സസ്യജാലങ്ങൾ സ്വീകരിച്ച മണ്ണിലേക്ക് ഇറക്കിയ ജലത്തിന്റെ ഭാരം താങ്ങാൻ താഴെയുള്ള ഇളക്കം തട്ടിയ ഭൂമിക്ക് കഴിയാതെ വരികയും ദുർബലമായ മണ്ണ് പാറകളിൽ നിന്നും അടർന്ന് താഴേക്ക് പതിക്കുകയുമാണ് ചെയ്തത്. വെള്ളം സംഭരിച്ചു നിർത്താനുള്ള ശേഷി നഷ്ടപ്പെട്ട് തൊട്ടു താഴെയുള്ള കൃഷിഭൂമി താഴേക്ക് അടർന്നിറങ്ങിയതാണ് ഈ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം. തുടർന്ന് താഴോട്ട് മനുഷ്യരുടെ ഇടപെടൽ പാടില്ലാത്തത്ര ചെരിവിലുള്ള ഭൂപ്രദേശത്ത് നിർമ്മിച്ച വീടുകളും മറ്റു കെട്ടിടങ്ങളും 2 കിലോമീറ്ററോളം ദൂരത്തേക്ക് ഒലിച്ചിറങ്ങി. താരതമ്യേന താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് കൂടി അപകടം വ്യാപിച്ചു. തുടക്കത്തിൽ വനപ്രദേശത്തു നിന്നും ആരംഭിച്ച ഒരു ചെറിയ ഭൂഭാഗത്തിന്റെ തെന്നിമാറൽ പിന്നീട് വലിയ 2 കുന്നുകളെ കൂട്ടിച്ചേർത്തു. അതിശക്തമായി താഴേക്ക് ഒഴുകി വരികയായിരുന്നു. പുത്തുമല പുനരധിവാസവും മുണ്ടക്കൈ അപകടത്തിന്റെ പശ്ചാത്തലത്തിലും വീണ്ടും ചർച്ചയിൽ ഉയർന്നു വരികയാണ് ഇതെല്ലാം. മുണ്ടക്കൈ ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാനാകാത്തവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചത് പുത്തുമലയിലാണ്. ഇതുതന്നെയാണ് ഈ 5-ാം വർഷം കടന്നുപോകുമ്പോൾ ചരിത്രമായി മാറുന്നത്. പുറം ലോകം ആ ദുരന്തം അറിയുന്നത് അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞ് മാത്രമാണ്. ഇത് ഇന്നും ഒരു നോവായി നിലനിൽക്കുകയാണ്. ദുരന്തം നടന്ന് 5 വർഷം പിന്നിടുമ്പോഴും സുരക്ഷാ ഭീഷണിയിൽ കഴിയുന്നവർ ഇപ്പോഴും കവളപ്പാറയിലുണ്ട്. മഴ വരുമ്പോൾ ഇവർക്ക് വീടുകളിൽ നിന്ന് മാറേണ്ട സ്ഥിതിയാണ് ഇപ്പോഴും ഉള്ളത്. അപകട ഭീഷണിയിൽ കഴിയുന്ന 76 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കണമെന്നാണ് ഈ നാട്ടുകാരുടെ ഇപ്പോഴുള്ള ആവശ്യം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.